നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികൻ പുഴയിൽ വീണ് മരിച്ച സംഭവത്തെ തുടർന്ന് പെരിഞ്ഞനം പൊന്മാനിക്കുടം കടവിൽ BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി ബാരിക്കേഡ് സ്ഥാപിച്ചു. കോൺഗ്രസ് എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച വിഷയത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥനെ കൂട്ടിയിരുന്നു. തൃശൂർ നഗരത്തിൽ വീണ്ടും ഗതാഗത പരിഷ്കാരം. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികൻ പുഴയിൽ വീണ് മരിച്ച സംഭവത്തെ തുടർന്ന് പെരിഞ്ഞനം പൊന്മാനിക്കുടം കടവിൽ BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി ബാരിക്കേഡ് സ്ഥാപിച്ചു. സുരക്ഷാ ബാരിക്കേഡ് ഇല്ലാത്തതാണ് യുവാവിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതെന്നും എത്രയും പെട്ടെന്ന് സ്ഥിരം സുരക്ഷാ സംവിധാനം പഞ്ചായത്ത് ഒരുക്കണമെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രമേശൻ ഞാറ്റുവെട്ടി, ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ അനധികൃത വോട്ട് ചേർത്തലും വെട്ടിനീക്കലും നടത്തിയെന്നാരോപിച്ചായിരുന്നു ധർണ. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് എടത്തിരുത്തി മണ്ഡലം പ്രസിഡന്റ് KK രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രാപിന്നി മണ്ഡലം പ്രസിഡന്റ് PD സജീവ്, നേതാക്കളായ TK പ്രകാശൻ, MU ഉമറുൽ ഫാറൂഖ്, ഡേവിസ് മാളിയാക്കൽ, സലീം പോക്കാക്കില്ലത്ത്, TA നാസിമുദ്ദീൻ, TA മുഹമ്മദ് സഗീർ, AK ജമാൽ, മോഹനൻ കാട്ടിക്കുളം, സഫറ ലിഗാൻ, KA അഫ്സൽ, ഷഹന കാട്ടുപറമ്പിൽ, CD ലിറ്റി, ലൈല മജീദ്, ഷജിൽ ചന്ദ്രാപിനി തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് ചേർത്തുമ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കി, അവിടെ പാർട്ടി നോക്കി, വിളിക്കുന്ന മുദ്രാവാക്യം നോക്കി, പിടിക്കുന്ന കൊടി നോക്കി, വോട്ട് ചെയ്യുന്ന ചിഹ്നം നോക്കി ചേരിതിരിവുണ്ടാക്കി, തരംതിരിവുണ്ടാക്കി, വേർതിരിവുണ്ടാക്കി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന, ജനാധിപത്യ അവകാശങ്ങളെ നിഷേധിക്കുന്ന, പൗരന്റെ സ്വാതന്ത്ര്യത്തെ അടച്ച് ആക്ഷേപിക്കുന്ന കടുത്ത നടപടിയാണ് ഈ എടത്തിരുത്തി പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച വിഷയത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥനെ പൂട്ടിയിട്ടു. സൈറ്റ് എഞ്ചിനീയർ അമലിനെയാണ് പൂട്ടിയിട്ടത്. മേലൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥനെ പൂട്ടിയിട്ടത്. മുരിങ്ങൂരിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് ദേശീയപാത പ്രൊജക്ട് ഡയറക്ടറുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചിരുന്നു. എന്നാൽ യോഗത്തിന് ഡയറക്ടർ എത്താതെ പകരം സൈറ്റ് എഞ്ചിനീയറെ അയക്കുകയായിരുന്നു. ഇതോടെ പ്രകോപിതരായ മേലൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ എഞ്ചിനീയറെ പൂട്ടിയിടുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഷട്ടർ തുറക്കാൻ ശ്രമിച്ചതോടെ ജനപ്രതിനിധികളും പോലീസും തമ്മിൽ ബലപ്രയോഗമുണ്ടായി. 3 മണിക്കൂറോളം തടഞ്ഞുവെച്ച ഉദ്യോഗസ്ഥനെ ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ചർച്ചയെ തുടർന്നാണ് 5:30 വിട്ടയച്ചത്. രാത്രി തന്നെ മുരിങ്ങൂർ ടാറിംഗ് ആരംഭിക്കും. ഈ പണികൾക്ക് മേൽനോട്ടം വഹിക്കേണ്ട ഉദ്യോഗസ്ഥനാണ് സൈറ്റ് എഞ്ചിനീയർ അമൽ. യോഗത്തിൽ ഹാജരാകേണ്ടിയിരുന്ന പ്രൊജക്ട് ഡയറക്ടർ ഒരാഴ്ചക്കുള്ളിൽ നേരിട്ടെത്തി വീണ്ടും യോഗം ചേരുമെന്ന് ഉറപ്പുകളിന്മേലാണ് സൈറ്റ് എഞ്ചിനീയറെ വിട്ടയച്ചത്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ശനിയാഴ്ച മുതൽ ചെട്ടിയങ്ങാടി മുതൽ MO റോഡ് വരെയുള്ള പോസ്റ്റ് ഓഫീസ് റോഡിലും സാഹിത്യ അക്കാദമി റോഡിലും വൺവേ സിസ്റ്റം ഏർപ്പെടുത്തുന്നുണ്ട്. പോസ്റ്റ് ഓഫീസ് റോഡിൽ MO റോഡിൽ നിന്ന് വാഹനങ്ങൾക്ക് ചെട്ടിയങ്ങാടിയിലേക്ക് പോകാവുന്നതും ചെട്ടിയങ്ങാടിയിൽ നിന്ന് MO റോഡിലേക്ക് പ്രവേശനമില്ലാത്തതുമാണ്. പോസ്റ്റ് ഓഫീസ് റോഡിൽ ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്ന വാഹനങ്ങൾ വരിവരിയായി നിർത്തി കാലത്ത് 9 മണി മുതൽ. തൃശൂർ നഗരത്തിൽ വീണ്ടും ഗതാഗത പരിഷ്കാരം. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ശനിയാഴ്ച മുതൽ ചെട്ടിയങ്ങാടി മുതൽ MO റോഡ് വരെയുള്ള പോസ്റ്റ് ഓഫീസ് റോഡിലും സാഹിത്യ അക്കാദമി റോഡിലും വൺവേ സിസ്റ്റം ഏർപ്പെടുത്തുന്നുണ്ട്. പോസ്റ്റ് ഓഫീസ് റോഡിൽ MO റോഡിൽ നിന്ന് വാഹനങ്ങൾക്ക് ചെട്ടിയങ്ങാടിയിലേക്ക് പോകാവുന്നതും ചെട്ടിയങ്ങാടിയിൽ നിന്ന് MO റോഡിലേക്ക് പ്രവേശനമില്ലാത്തതുമാണ്. പോസ്റ്റ് ഓഫീസ് റോഡിൽ
ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്ന വാഹനങ്ങൾ വരിവരിയായി നിർത്തി കാലത്ത് 9 മണിക്ക് മുമ്പായി കയറ്റിറക്കുകൾ നടത്തേണ്ടതാണെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ JCI തൃപ്രയാർ സംഘടിപ്പിക്കുന്ന എന്റെ ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 86 ഗ്രാമീണ റോഡുകൾക്ക് റിഫ്ലക്റ്റീവ് ദിശാ ബോർഡുകൾ സ്ഥാപിക്കുന്നതാണ് പദ്ധതി. JCI ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റ് മേഘാലയയിൽ നിന്നുള്ള അങ്കുർ ജുൻവാല പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. JCI തൃപ്രയാർ പ്രസിഡന്റ് കൃഷ്ണ ഷൈൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ വിശിഷ്ടാതിഥിയായിരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ, JCI ഇന്ത്യ സോൺ 20യുടെ പ്രസിഡന്റ് മെജോ ജോൺസൺ, JCI മുൻ വേൾഡ് പ്രസിഡന്റ് ഷൈൻ ടി ഭാസ്കരൻ, സോൺ സെക്രട്ടറി സൂരജ് വേളയിൽ, സോൺ വൈസ് പ്രസിഡന്റ് ഐശ്വര്യ ബോസ്, JCI തൃപ്പയാർ ഉപദേശക ധന്യ ഷൈൻ, JCI തൃപ്പയാർ സെക്രട്ടറി അഭിഷേക് പ്രദീപ്, ഡയറക്ടർ മാനേജ്മെന്റ് ഹരി PK എന്നിവർ പങ്കെടുത്തു. I am really happy for this privilege that I got to inaugurate this board which has been installed by JCI Tripurayar at the Natika Panchayat. And the best part is, there are many organizations who, when they will install one board, they will celebrate it like they have done something great. But, people passing on this road, they may see a board, they may forget. What JCI Tripurayar has done is they have installed 86 such boards, which means that every corner, every turn, people will see this board. And when they see it again and again and again, there is no way that they will forget that JCI is an organization which is doing activities here. So to that extent, I want to congratulate JCI Tripurayar for the fantastic work that they have done and for installing such a wonderful board. And I also want to thank the Panchayat President for allowing us to do this kind of a project in this Natika Panchayat. CCTV കൂടി ആവശ്യമാണ്. അതിനെയും കൂടി ഒരു പദ്ധതി നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ സംഘടന എൻ്റെ പേരിൽ ഉണ്ടാവുകയായിരുന്നെങ്കിൽ അത് നമുക്ക് ഗുണകരമായി മാറും. കാരണം നമ്മുടെ നാട് വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് സാമൂഹ്യ ദ്രോഹികളും കൂടും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കണമെങ്കിൽ തുറന്ന് പറയണത് ആ രീതിയിൽ നമുക്ക് അതിൻ്റെയും കൂടി ഒരു ഹെൽപ്പ് ഉണ്ടാകണം എന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിന് നേതൃത്വം കൊടുത്ത JCIയുടെ എല്ലാ പ്രവർത്തകരും അകമഴിഞ്ഞ സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തി. പാലപ്പള്ളിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. ചീരിക്കുന്ന് ഭാഗത്തെ റബ്ബർ തോട്ടത്തിലാണ് പശുവിനെ ചത്ത നിലയിൽ കണ്ടത്. ചിമ്മിനി ഡാം റോഡിനോട് ചേർന്നുള്ള തോട്ടത്തിലാണ് പുലി ഇറങ്ങിയത്. ഡാമിലേക്ക് പോയ യാത്രക്കാരാണ് പശുവിനെ ചത്ത നിലയിൽ കണ്ടത്. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. പുലിയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിക്കണമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. സർവീസ് റോഡിന്റെ ടാറിംഗ് ആരംഭിക്കാത്തത് മൂലം പൊടിപടലത്തിൽ മുങ്ങി മുരിങ്ങൂർ ദേശീയപാത. പെരുമ്പി ചിറങ്ങര ഭാഗം പൊടി നിറഞ്ഞതുമൂലം ഇരുചക്ര വാഹന യാത്രികരടക്കം ദുരിതത്തിലായിരിക്കുകയാണ്. ഇന്നലെ ചാലക്കുടി DYFBയുടെ സാന്നിധ്യത്തിൽ നടന്ന അനുരഞ്ജന ചർച്ചയിൽ രാത്രി തന്നെ ടാറിംഗ് നടത്തുകയും എന്നായിരുന്നു ദേശീയപാത പ്രൊജക്ട് എഞ്ചിനീയർ ജനപ്രതിനിധികൾക്ക് നൽകിയിരുന്ന ഉറപ്പ്. എന്നാൽ പേരാമ്പ്രയിൽ നിന്ന് സാമഗ്രികൾ എത്തിക്കാതിരുന്നതാണ് ടാറിംഗ് ആരംഭിക്കാൻ വൈകുന്നതെന്നാണെന്നാണ് കമ്പനിയുടെ വിശദീകരണം. മുരിങ്ങൂരിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടിയതും ടാറിംഗ് നടത്തുന്നതിന് തടസ്സമായി. വൈകിട്ടോടെ മുരിങ്ങൂരിൽ അറ്റകുറ്റപ്പണി ആരംഭിക്കാനാകുമെന്നാണ് ദേശീയപാത അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് ഇറിഡിയം തട്ടിപ്പ്. ആലപ്പുഴ സ്വദേശിനികളുടെ 1.5 കോടി രൂപയോളം നഷ്ടപ്പെട്ടതായി പരാതി. കേസെടുത്ത് പോലീസ്. ആലപ്പുഴ സ്വദേശിനികളാണ് ഇറിഡിയം തട്ടിപ്പിന് ഇരയായതായി പരാതി നൽകിയിട്ടുള്ളത്. 100-ലധികം പേരിൽ നിന്നും 2022 മുതൽ വർഷങ്ങളിലായി 1.5 കോടിയോളം രൂപ ഇരിങ്ങാലക്കുട സ്വദേശികളായ റോഷിൻ, സുഷി, അമ്മിണി തുടങ്ങി 7 പേർ ചേർന്ന് തട്ടിയെടുത്തതായി കാണിച്ച് ഇവർ ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വാടാനപ്പള്ളി നല്ലച്ചൻകാവ് ക്ഷേത്രത്തിലെ താഴികക്കുടത്തിൽ ഇറിഡിയം ഉണ്ടെന്നും ഇത് അമേരിക്കൻ ഗവൺമെന്റിന് വിറ്റതാണെന്നും വിൽപ്പന തുകയായ 47.5 ലക്ഷം കോടി ഡോളർ RBI ഉണ്ടെന്നും പണം ലഭിക്കാൻ 10,000 രൂപ തന്നാൽ 1 കോടി രൂപയായി തിരിച്ചു നൽകുമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പെന്ന് ചേർത്തല വയലാർ കൊട്ടാരത്ത് വീട്ടിൽ ജിഷമോൾ, തട്ടിപ്പിനിരയായ മറ്റു സ്ത്രീകൾ എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞു. തന്റെ പരിചയത്തിലുള്ള ഒരുപാട് പേരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പണിയിലൂടെയും ലോണെടുത്തും നൽകിയ പണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. BJP കൗൺസിലർ TK ഷാജുവും പരാതിക്കാരോടൊപ്പം ഉണ്ടായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തതായും പോലീസ് പറഞ്ഞു. കൊമ്പൻ കിരൺ നാരായണൻകുട്ടി ചെരിഞ്ഞു. ഉത്സവപ്പറമ്പുകളിലെ നിറ സാന്നിധ്യമായിരുന്നു. ഉയരവും തലയെടുപ്പും കൊണ്ട് ശ്രദ്ധേയനായിരുന്നു. എരണ്ടക്കെട്ട് മൂലം ഏതാനും ദിവസങ്ങളിലായി ചികിത്സയിലായിരുന്നു. ചാലക്കുടി വെട്ടുകടവ് സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയുടെ നേർച്ചപ്പെട്ടി കുത്തി തുറന്ന് മോഷണം.
കപ്പേളയുടെ മുൻഭാഗത്തുള്ള ഭണ്ഡാരത്തിന്റെ താഴ് പൊളിച്ചു മാറ്റിയാണ് മോഷണം നടന്നത്. മുൻഭാഗത്ത് CCTV ക്യാമറ കേടുവരുത്തിയ നിലയിലാണ്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നതെന്ന് കരുതുന്നു. ചാലക്കുടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചാവക്കാട് തെക്കേ ബൈപ്പാസിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് പാടത്തേക്ക് മറിഞ്ഞു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. വൈലത്തൂരിൽ നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് ഫുട്പാത്തിലേക്ക് കയറി പാടത്തേക്ക് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഫുട്പാത്തിലെ കൈവരിയും RD ടൈൽസ് സ്ഥാപനത്തിലെ ബാനറും തകർന്നു. ഇരുട്ടിൽ ദിശ മനസ്സിലാക്കാൻ കഴിയാതെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് വാഹനം അപകടത്തിൽപ്പെടാൻ കാരണമെന്ന് ഡ്രൈവർ പറഞ്ഞു. വൈദ്യുതി പോസ്റ്റ് തകർന്നതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. മുള്ളൂർക്കര മാർക്കറ്റിനു സമീപം കരിങ്കല്ലോടുമായി വന്ന ലോറി പാടത്തേക്ക് തലകീഴായി മറിഞ്ഞു. ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. ഷൊർണൂരിൽ നിന്ന് തൃശൂരിലേക്ക് കല്ല് കയറ്റി പോയ ടോറസ് ലോറിയാണ് സൈഡാക്കി ഒതുക്കി നിർത്തുന്നതിന്റെ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് 4 അടി താഴ്ചയുള്ള പാടത്തേക്ക് മറിഞ്ഞത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികൻ പുഴയിൽ വീണ് മരിച്ച സംഭവത്തെ തുടർന്ന് പെരിഞ്ഞണം പൊന്മാനിക്കുടം കടവിൽ BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി ബാരിക്കേഡ് സ്ഥാപിച്ചു. കോൺഗ്രസ് എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് സംബന്ധിച്ച വിഷയത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥനെ കൂട്ടിയിരുന്നു. തൃശൂർ നഗരത്തിൽ വീണ്ടും ഗതാഗത പരിഷ്കാരം. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.